എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പനീർ കൊണ്ടുള്ളൊരു കറിയാണ്. അത് എൻ്റെതായ സ്റ്റൈലിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും, അത് 2 ഉള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ വഴറ്റുക, മിക്സാക്കുക. ഇത് ഒന്ന് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അത് കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണ് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ഒന്നുകൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോകുന്ന 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ആക്കുക. അതിനുശേഷം 1.5 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി വഴറ്റിയെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മളുടെ പൊടിയൊക്കെ ചേർത്തത് റെഡി ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റായി അരച്ചെടുത്താണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് വെള്ളം അരച്ച ആ മിക്സിക്കകത്ത് തന്നെ ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചേർത്തത് 1 കപ്പ് വെള്ളം ഇല്ലായിരുന്നു, 1/2 കപ്പ് വെള്ളമേ ഉള്ളായിരുന്നു. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തത്. അപ്പം മൊത്തം ഞാൻ 1 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കരിയാപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതായിരുന്നു, അന്നേരം ഞാൻ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ചേർത്തത്. നമ്മുടെ ആവശ്യത്തിനുള്ള കരിയാപ്പില നമ്മൾ ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പനീറാണ്. ഞാൻ 400 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ആ മസാല ആ പനീറിൽ മൊത്തം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് ചേർക്കുന്നത്. അതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തിളപ്പിക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതുക്കാൻ. അത് കുതിർത്തതിന് ശേഷം അതൊന്ന് അരച്ച് ഇതിനകത്തിലേക്ക് ചേർക്കുക. നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അതായത് വെറും ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ 1 സ്പൂണ് മീറ്റ് മസാല, അതായത് ഇറച്ചി മസാലയും കൂടെ ചേർത്ത്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള
മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു ചെറിയ തിളയാവുന്നതിന് ശേഷം നമ്മളിത് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഒരുപാട് നല്ലപോലെ ഇട്ട് നമ്മൾ തിളപ്പിക്കരുത് ഒരിക്കലും, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പനീർ മസാല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പനീർ മാത്രം വാങ്ങിച്ചാൽ മതി. പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.